ഹലോ! ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ട്ടോ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നൂന്ന് മാത്രം. 40% ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാർഷികത്തിൽ നമുക്കൊരു സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ അതിൻ്റെ ഫോമുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഈ ജൂൺ, ജൂലൈ മാസങ്ങളിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തരുന്ന ഈ ഫണ്ട് കോർപ്പറേഷനിലായാലും പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും നമ്മൾ അതത് സ്ഥലങ്ങളിലുള്ള അംഗനവാടി വഴിയാണ് ഈ ഫോമുകളൊക്കെ തന്നു തുടങ്ങുക കേട്ടോ. അല്ലെങ്കിൽ വാർഡ് മെമ്പർ വഴി. എങ്ങനെയായാലും ഫോം കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടി വെച്ചിട്ട് ഒരു ഫോം ഉണ്ടാവും എക്സ്ട്രാ. നമ്മൾ ഈ കുട്ടി പഠിക്കുന്ന സ്കൂൾ ഏതാണ് ആ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് അവർ സീൽ വെച്ച് തരേണ്ട കാര്യമാണ്. അപ്പോൾ അതും കൂടി ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ അംഗനവാടിയിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക കേട്ടോ. എങ്കിലേ ഉള്ളൂ നമ്മൾ 2026 2027 വർഷത്തെ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ മറന്നു പോകാതെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് സ്കോളർഷിപ്പിന് വരുന്ന ഫണ്ട് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോയും കൂടി ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പം എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും മറന്നു പോകാതെ തന്നെ സ്പീഡായിട്ട് ചെയ്തോളൂ.